2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരിക്കുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ ആരാണ്? രൺവീർ സച്ദേവ. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ രൺവീർ സച്ദേവ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2026 ഫെബ്രുവരിയിൽ ഇൻഡിവുഡ് ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംവിധായകനുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതി കേര നടപ്പിലാക്കുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെയാണ്. വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം ഗജാസ്ത്രം വികസിപ്പിച്ചത് ഡോക്ടർ PB ഗിരിദാസ്. 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കുവാനുള്ളതാണ് ഗജാസ്ത്രം സംവിധാനം. ലോറൻസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം 2020 സച്ചിൻ ടെണ്ടുൽക്കർ നേടി. കംബാക്ക് ഓഫ് ദി ഇയർ പട്ടികയിൽ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഇടം നേടി. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പട്ടികയിൽ ജാവലിൻ താരം നീരജ് ചോപ്ര ഇടം പിടിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കുവാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈലാണ്. ലോക നേതാക്കളിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നേതാവ് നരേന്ദ്രമോദി. മോദിയുടെ യൂട്യൂബ് ചാനലിന് 3 കോടി വരിക്കാരായി. 2ാം സ്ഥാനത്ത് ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിന് ലഭിക്കുന്ന ആദ്യ ലോക നേതാവും നരേന്ദ്രമോദിയാണ്. 2020 ലോകകപ്പിൽ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസാണ് സഞ്ജുവിനെ ഈ ചരിത്ര നേട്ടത്തിന് അർഹനാക്കിയത്. 2020 ലോകകപ്പിൽ ഇന്ത്യ ചേസ് ചെയ്ത് വിജയിക്കുന്ന ഏറ്റവും ഉയർന്ന ലോട്ടാണിത്. 2014 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 173 റൺസ് അടിച്ച് ജയിച്ചതായിരുന്നു ഇതുവരെയുള്ള മികച്ച പ്രകടനം. 2020 ലോകകപ്പിലെ ഒരു എഡിഷനിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് ഇട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഷിഫ്രോൺ ഹെറ്റ്മെയർ ആണ്. 18 സിക്സ് അടിച്ച പാകിസ്ഥാന്റെ സാഹിബ് സദഫർഖാനെ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായ 8ാം 2020 വിജയം നേടി. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർട്ടിനെ പിന്തള്ളിയാണ് സ്മൃതി റാങ്കിങ്ങിൽ തലപ്പത്തെത്തിയത്. 9ാം സ്ഥാനം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 12ാം സ്ഥാനം ജമീമ റോഡ്രിഗസ്.